the last topic of this chapter, dispersive power and resolving power. So ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസ്പേഴ്സീവ് പവർ DP എന്ന് ഡിനോട്ട് ചെയ്യാം. ഡിസ്പേഴ്സീവ് പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇസ് എബിലിറ്റി ടു സ്പ്ലിറ്റ് ദ വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് അല്ലേ. വൈറ്റ് ലൈറ്റിന് അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, വിബ്ജിയോറായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഡിസ്പേഴ്സീവ് പവർ. ഇപ്പോൾ ഗ്രേറ്റിങ്ങിന് ആ ഒരു എബിലിറ്റി ഉണ്ട്. പ്രിസം എടുക്കുകയാണെങ്കിൽ അതിനും ഡിസ്പേഴ്സീവ് പവർ ഉണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആണ്. ആ എബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റിംഗ് ഡിഫ്രാക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല പ്രിസം ഡിഫ്രാക്ഷൻ അല്ലേ. സോ ഡിസ്പേഴ്സീവ് പവർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇസ് എബിലിറ്റി ടു സ്പ്ലിറ്റ് ദ വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് ആൻഡ് ദ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ d theta by d lambda, where d theta is equal to theta 1 minus theta 2 and d lambda, lambda 1 minus lambda 2. So theta 1 minus theta 2 divided by lambda 1 minus lambda 2 is known as ഡിസ്പേഴ്സീവ് പവർ. അപ്പോൾ ഈ തീറ്റ 1 തീറ്റ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കളേഴ്സിൻ്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനാണ്. ലാംഡ 1 ലാംഡ 2 രണ്ട് കളേഴ്സിൻ്റെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ എടുക്കാം. വയലറ്റ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ റെഡ്, അങ്ങനെ ഏത് രണ്ട് കോമ്പിനേഷൻസ് എടുത്തിട്ടും ഡിസ്പേഴ്സീവ് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. ചേഞ്ച് ഇൻ ആംഗിൾ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് അല്ലേ. ചേഞ്ച് ഇൻ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഓഫ് ടു സ്പെക്ട്രൽ ലൈൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ആംഗുലർ ഡിസ്പേർഷൻ ടു ദ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അപ്പോൾ ഈ ആംഗിളിൽ വരുന്ന ചേഞ്ചിനെ ആംഗുലർ ഡിസ്പേർഷൻ എന്ന് കൂടി പറയാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. Now what is the dispersive power of a grating? ഗ്രേറ്റിങ്ങിൻ്റെ കേസിൽ എന്താണ് ഡിസ്പേഴ്സീവ് പവർ? ഇത് ജനറൽ ഇക്വേഷൻ ആണ്. പ്രിസം ആയാലും ഗ്രേറ്റിംഗ് ആയാലും ഇതാണ് ജനറൽ ഇക്വേഷൻ. Now what is the grating equation? sin theta is equal to nn lambda. സോ ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സൈൻ തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് തീറ്റയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു nn ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ലാംഡയാണ് ഓരോ ലൈൻസ് വരുമ്പോൾ മാറുന്നത്, ഓരോ സ്പെക്ട്രൽ ലൈനിലും മാറുന്നത്. സോ d lambda cos theta d theta is equal to nn d lambda, then d theta by d lambda അതല്ലേ ഡിസ്പേഴ്സീവ് പവറിൻ്റെ ഇക്വേഷൻ. സോ d theta by d lambda is equal to nn divided by cos theta. So d theta by d lambda is equal to nn divided by cos theta is the dispersive power of grating. ഗ്രേറ്റിങ്ങിൻ്റെ മാത്രം ഡിസ്പേഴ്സീവ് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണിത്, nn by cos theta. Now resolving power RP. ഇപ്പോൾ ഡിസ്പേഴ്സീവ് പവർ എന്താണെന്ന് പറഞ്ഞു. വൈറ്റ് ലൈറ്റിനെ കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ രണ്ട് സ്പെക്ട്രൽ ലൈൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റിയാണ് റിസോൾവിങ് പവർ. ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ടു സെപ്പറേറ്റ് ഓർ റിസോൾവ് ടു ക്ലോസ്ഡ് ഒബ്ജക്ട്സ് ഓർ ടു ക്ലോസ്ഡ് സ്പെക്ട്രൽ ലൈൻസ്. ഇപ്പോൾ സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻറ്റിൽ രണ്ട് യെല്ലോ ലൈൻസ്, വളരെ ക്ലോസ്ഡ് ആയിട്ട് രണ്ട് യെല്ലോ ലൈൻസ് ഒബ്സർവ് ചെയ്തു അല്ലേ. യെല്ലോ 1 യെല്ലോ 2 എന്നാണ് അതിന് നെയിം കൊടുത്തത്. സോ ഈ രണ്ട് സ്പെക്ട്രൽ ലൈൻസും രണ്ടായി തന്നെ നമ്മൾ കാണുന്നുണ്ട്, മെർജ് ചെയ്തിട്ടല്ല കാണുന്നത്. സോ ഗ്രേറ്റിങ്ങിന് അതിനെ റിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. സോ ദിസ് പവർ ഈസ് നോൺ ആസ് റിസോൾവിങ് പവർ. ability of an optical instrument to resolve or separate two closed objects or two closed spectral lines, and this equation is given by RP is equal to lambda by d lambda. So d lambda എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അപ്പോൾ രണ്ട് യെല്ലോ ലൈൻസ് എടുക്കുമ്പോൾ ആ ലൈൻസ് തമ്മിൽ വേവ് ലെങ്ത് തമ്മിലൊരു ചേഞ്ച് ഉണ്ട് അല്ലേ. സോ that change is d lambda, change in wavelength of two closed spectral lines. And lambda എന്ന് പറയുന്നത് യെല്ലോ 1ൻ്റെ ആണോ യെല്ലോ 2ൻ്റെ ആണോ ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് ദീസ് ടു സ്പെക്ട്രൽ ലൈൻസ് വേവ് ലെങ്ത്, രണ്ട് വേവ് ലെങ്ത്തിൻ്റെയും ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് ലാംഡയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ റിസോൾവിങ് പവർ ഈസ് ഗിവൺ ബൈ ലാംഡ ബൈ ഡി ലാംഡ. നൗ റിസോൾവിങ് പവറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ട ടോപ്പിക്കാണ് റേലേസ് ക്രൈറ്റീരിയൻ ഫോർ റെസൊല്യൂഷൻ. റേലേസ് ക്രൈറ്റീരിയൻ ഫോർ റെസൊല്യൂഷൻ മീൻസ് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് റിസോൾവിങ് പവർ ഉണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രേറ്റിങ്ങിന് റിസോൾവിങ് പവർ ഉണ്ടോ അല്ലെങ്കിൽ പ്രിസത്തിന് റിസോൾവിങ് പവർ ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു ക്രൈറ്റീരിയയുടെ ബേസിലാണ്. ദാറ്റ് ക്രൈറ്റീരിയ ഈസ് നോൺ ആസ് Rayleigh's criterion for resolution. So on the basis of this criteria we will determine whether an optical instrument have resolving power or not.
അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വി ഹാവ് 2 ക്ലോസ്ഡ് സ്പെക്ട്രൽ ലൈൻസ്, വളരെ അടുത്തടുത്ത 2 ഒബ്ജക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്. എ ഇസ് ദ ഫസ്റ്റ് സോഴ്സ് ആൻഡ് ബി ഇസ് ദ സെക്കൻഡ് സോഴ്സ്. 2 ഒബ്ജക്റ്റാണ്. ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ലാംഡയാണ് വേവ് ലെങ്ത്. ഹിയർ വി ഹാവ് ദ വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡ. വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ഒബ്ജക്ട്സ് ആണ്. ഇത് രണ്ടും ഗ്രേറ്റിങ്ങിലൂടെ പാസ് ചെയ്യുന്നു. ഈ 2 ലൈൻസും ലാംഡയും പാസ് ചെയ്യുന്നുണ്ട്, ലാംഡ പ്ലസ് ഡി ലാംഡയും പാസ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഗ്രേറ്റിങ്ങിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനും ഡിഫ്രാക്റ്റ് ചെയ്യും, സെക്കൻഡ് ലൈനും ഡിഫ്രാക്റ്റ് ചെയ്യും. ഈ സോഴ്സിൽ നിന്നുള്ള ലൈറ്റും ഡിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് സോഴ്സും ഡിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് നമ്മൾ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യുന്നു. ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇങ്ങനെ വരച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. 0th ഓർഡർ മാക്സിമം, ഫസ്റ്റ് ഓർഡർ മിനിമം, ഫസ്റ്റ് ഓർഡർ മാക്സിമം, സെക്കൻഡ് ഓർഡർ മിനിമം, അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ലൈനിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സോഴ്സിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഡാർക്ക് ലൈനിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് സോഴ്സിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സോഴ്സിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേണും ഇത് സെക്കൻഡ് സോഴ്സിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേണും ആണ്. സോ ഈ 2 ഡിഫ്രാക്ഷൻ പാറ്റേണും ഇങ്ങനെ ക്രോസായി വന്നാൽ മാത്രമേ നമുക്കിത് റിസോൾവ് ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു സ്പെക്ട്രൽ ലൈനിൻ്റെ മുകളിൽ തന്നെ സെക്കൻഡ് സ്പെക്ട്രൽ ലൈൻ അല്ലെങ്കിൽ പാറ്റേൺ വരികയാണെങ്കിൽ ഏതാണ് ഏതിൻ്റെയാണ് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് എയുടെ ആണോ അല്ലെങ്കിൽ ഇത് ബിയുടെ ആണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സോ എങ്ങനെ വരണം? ഒരു സോഴ്സിൻ്റെ മാക്സിമവും അടുത്ത സോഴ്സിൻ്റെ മിനിമവും തമ്മിൽ കോയിൻസൈഡ് ചെയ്യണം. കണ്ടില്ലേ? ഇവിടെയും അതുപോലെ ഒരു സോഴ്സിൻ്റെ മാക്സിമവും അടുത്ത സോഴ്സിൻ്റെ മിനിമവും തമ്മിൽ ഒരു ലൈനിൽ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വരണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇതിന് റിസോൾവിങ് പവർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ദാറ്റ് ഈസ് റേലേസ് ക്രൈറ്റീരിയൻ. ഈ ഒരു ക്രൈറ്റീരിയയാണ് റേലേസ് ക്രൈറ്റീരിയൻ ഫോർ റെസൊല്യൂഷൻ. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? ഫസ്റ്റ് സോഴ്സിൻ്റെ സെൻട്രൽ മാക്സിമം ആണിത് അല്ലേ. ഇത് സെൻട്രൽ മാക്സിമം ആണ്. സെക്കൻഡ് സോഴ്സിൻ്റെ സെൻട്രൽ മാക്സിമം ഇതാണ്. ഇത് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ മിനിമം ആണ് അല്ലേ. ഇത് ഫസ്റ്റ് ഓർഡർ മിനിമം, ഇതും ഫസ്റ്റ് ഓർഡർ മിനിമം. അപ്പോൾ എങ്ങനെ വരണം? 0th ഓർഡർ മാക്സിമം ഓർ സെൻട്രൽ മാക്സിമം ഓഫ് ഫസ്റ്റ് സോഴ്സ് മസ്റ്റ് കോയിൻസൈഡ് വിത്ത് ഫസ്റ്റ് ഓർഡർ മിനിമം ഓഫ് സെക്കൻഡ് സോഴ്സ്. അങ്ങനെ കോയിൻസൈഡ് ഇത് വരണം. സെൻട്രൽ മാക്സിമം ഓഫ് ഫസ്റ്റ് സോഴ്സ് മസ്റ്റ് കോയിൻസൈഡ് വിത്ത് ഫസ്റ്റ് ഓർഡർ മിനിമം ഓഫ് സെക്കൻഡ് സോഴ്സ്. അങ്ങനെ കോയിൻസൈഡ് ഇത് വന്നാൽ മാത്രമേ റിസോൾവിങ് പവർ ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂ. ദാറ്റ് ക്രൈറ്റീരിയ ഈസ് റേലേസ് ക്രൈറ്റീരിയൻ. അത് ഓക്കെയാണ്. അപ്പോൾ അതാ ഞാൻ എഴുതിയത്. പ്രിൻസിപ്പൽ മാക്സിമം ഓഫ് വൺ ഓഫ് ദ സോഴ്സസ് മസ്റ്റ് ഫോൾ ഓൺ ദ ഫസ്റ്റ് ഓർഡർ മിനിമം ഓഫ് സെക്കൻഡ് സോഴ്സ് അല്ലേ. പ്രിൻസിപ്പൽ മാക്സിമം മീൻസ് സെൻട്രൽ മാക്സിമം. അതും ഫസ്റ്റ് ഓർഡർ മിനിമം അടുത്ത സോഴ്സിൻ്റെ ഫസ്റ്റ് ഓർഡർ മിനിമം ആയിട്ട് ഫോൾ ചെയ്യണം, മീൻസ് കോയിൻസൈഡ് ചെയ്യണം. ഇത് കൂടാതെ 2 ഇക്വേഷൻസ് കൂടി സെപ്പറേറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. ഫോളോയിങ് ഇക്വേഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ഇക്വേഷൻ എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതിന് പകരം എൻ ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ, ഈ സോഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. എൻ ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ പ്രൈം എന്നുള്ള ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എ പ്ലസ് ബി സൈൻ തീറ്റ എൻ ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ എന്നുള്ള ഇക്വേഷനും എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ പ്രൈം എന്നുള്ള ഈ 2 ഇക്വേഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴേ റേലേസ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇത് ഗ്രേറ്റിങ്ങിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. സോ ഇതിൽ അറിയാത്ത ടേം എൻ പ്രൈം ആണ്. എൻ പ്രൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ ഗ്രേറ്റിംഗ്. അതായത് ഗ്രേറ്റിങ്ങിൽ ടോട്ടൽ എത്ര ലൈൻസ് ഉണ്ട്, നമ്പർ ഓഫ് ലൈൻസ് എത്രയാണെന്നുള്ളതാണ് ക്യാപിറ്റൽ എൻ. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ എന്നിനെ എങ്ങനെ എഴുതുകയാണ്? എൻ ഇൻറ്റു എൽ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ. ഒരു സെൻറ്റിമീറ്ററിൽ എത്ര ലൈൻ ഉണ്ട് എന്നുള്ള കൗണ്ടാണ് ക്യാപിറ്റൽ എൻ. അപ്പോൾ അതിനെ ടോട്ടൽ ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടും അല്ലേ. എൻ പ്രൈം ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൽ എന്ന് എഴുതാം. n is the number of lines per centimeter, L is the length of the grating. അപ്പോൾ ആ ലെങ്ത്തിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്ററിലും ഇത്ര ലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് കിട്ടും. അപ്പോൾ അതാണ് എൻ പ്രൈം, എൻ ഇൻറ്റു എൽ. ഇനി ലാംഡ ബൈ എൻ പ്രൈം എന്നുള്ള ഈ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇതിനെ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ആയിട്ടാണ് ചൂസ് ചെയ്യുക. അതായത് ഈ മാക്സിമം പോയിൻറ്റും മിനിമം പോയിൻറ്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ലാംഡ ബൈ എൻ പ്രൈം. ഇനി 2 ഇക്വേഷൻസ് നോക്കുക. രണ്ടും എ പ്ലസ് ബി സൈൻ തീറ്റ ആയതുകൊണ്ട് നമുക്ക്
നമുക്ക് RHS ഇക്വേറ്റ് ചെയ്യാം. n ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ ഇസ് ഈക്വൽ ടു n ലാംഡ പ്ലസ് ലാംഡ ബൈ n പ്രൈം. ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. n ലാംഡ പ്ലസ് n d ലാംഡ ഇസ് ഈക്വൽ ടു n ലാംഡ പ്ലസ് ലാംഡ ബൈ n പ്രൈം. സോ n ലാംഡ ക്യാൻ ബി ക്യാൻസൽഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നത്. ഇതിലെനിക്ക് റിസോൾവിങ് പവർ ആണ് വേണ്ടത്. റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ ഡി ലാംഡ, അതല്ല ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഈ ഡി ലാംഡയെ ഇങ്ങോട്ട് എടുക്കും, n പ്രൈമിന് അങ്ങോട്ടും കൊടുക്കാം. സോ ലാംഡ ബൈ ഡി ലാംഡയാണ് വേണ്ടത്. റിസോൾവിങ് പവർ വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്രൈം അല്ലേ. ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ, that is n d lambda is equal to lambda by n prime. നമുക്ക് വേണ്ടത് റിസോൾവിങ് പവർ ലാംഡ ബൈ ഡി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്രൈം. ദാറ്റ് ഇസ് എ റിസോൾവിങ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഗ്രേറ്റിങ്ങിൻ്റെ കേസിൽ റിസോൾവിങ് പവർ ആണിത്. ലാംഡ ബൈ ഡി ലാംഡ ദാറ്റ് ഇസ് റിസോൾവിങ് പവർ വിച്ച് ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്രൈം. സോ n എന്ന് പറഞ്ഞാൽ 0 1 2 3 എന്നുള്ള ഓർഡറാണ്. ക്യാപിറ്റൽ N പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ ഗ്രേറ്റിംഗ്, അതായത് n പ്രൈം ഇസ് ഈക്വൽ ടു n ഇൻറ്റു l. ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് കിട്ടും. ഇനി എക്സ്ട്രാ നമുക്ക് ടെലസ്കോപ്പ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ എന്താണ് എന്നുള്ളതിന് ഇക്വേഷനാണ്, ജസ്റ്റ് ഇക്വേഷൻ മാത്രം. a/1.22 ഇൻറ്റു ലാംഡ ആണ്. ടെലസ്കോപ്പും മൈക്രോസ്കോപ്പിനൊക്കെ റിസോൾവിങ് പവർ ഉണ്ട്, അതിൻ്റെ ഇക്വേഷനാണിത്. a/1.22 ലാംഡ ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ലെൻസ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ ഡയമീറ്റർ ആണ് a. ലാംഡ ഈസ് ദ വേവ് ലെങ്ത്.